നമുക്കപ്പം CPM ജനറൽ സെക്രട്ടറി MA ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ MA ബേബി ഒരു പക്ഷേ പരിഷ്കർത്താവായി മാറ്റങ്ങളുടെ മാർപ്പാപ്പയായി ഒക്കെ അദ്ദേഹം അറിയപ്പെടും. എനിക്ക് തോന്നുന്നു ഒരു നല്ല മനുഷ്യനാകാൻ ഒരിക്കലും വിശ്വാസിയാകേണ്ട എന്ന് ഉറക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അതാണ് അദ്ദേഹത്തെ ഇത്രത്തോളം ജനകീയനാക്കിയതെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അസാധാരണനായ ഒരു ആത്മീയ ആചാര്യനായിരുന്നു. പാവങ്ങളുടെ പാപ്പ എന്ന് അദ്ദേഹം സ്വാഭാവികമായും അറിയപ്പെട്ടു. അദ്ദേഹം നടത്തിയിട്ടുള്ള അപ്പോസ്തലിക് എക്സോർട്ടേഷൻ, അതായത് മാർപ്പാപ്പ മനുഷ്യരാശിയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് സ്വന്തം നിലപാട് വ്യക്തമാക്കുന്ന ദീർഘപ്രസ്താവനകളാണ്. അത് ലഘു ഗ്രന്ഥങ്ങളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള കോപ്പികൾ വായിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ CPIMന്റെ താത്വിക പ്രസിദ്ധീകരണമായ ചിന്തയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. വിനയപൂർവ്വം അത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. CPIMന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ പ്രൊഫസർ പ്രഭാത് പട്നായിക് എഴുതിയ ലേഖനത്തിന്റെ ശീർഷകം പോപ്പ് എഗൻസ്റ്റ് ക്യാപിറ്റലിസം എന്നാണ്. മുതലാളിത്തത്തിനെതിരെ മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു നിരീക്ഷണം, പട്ടിണി കിടന്ന് റോഡരികിൽ ഒരു പാവം മനുഷ്യൻ മരിച്ചു വീണാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാന വാർത്തയല്ല, പലപ്പോഴും വാർത്ത പോലുമേ അല്ല. പക്ഷേ ഓഹരി കമ്പോളത്തിൽ ഓഹരി വില നിലവാരം ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ അത് വലിയ വാർത്തയായിട്ട് മാറുന്നു. ഇത്തരത്തിൽ മനുഷ്യപ്പറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. മനുഷ്യപക്ഷത്തുണ്ടാകണം നമ്മൾ. അതാണ് അദ്ദേഹത്തിന്റെ അവസാന ഈസ്റ്റർ ദിന സന്ദേശത്തിലും അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ MA ബേബി സംസാരിച്ചത്. നമുക്ക്